നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തുനിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടുള്ള സിയാൽ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഭാഗത്തുള്ള ഒരു ഹോട്ടലാണിത്. ട്രീബോ സൂട്ട് എയർപോർട്ട് ഹോട്ടൽ എന്നാണ് പേര്. ട്രീബോ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഓൺലൈൻ ആപ്പ് വഴിയാണ് ഞാനിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരാളാണെങ്കിൽ 1360 രൂപ ഇൻക്ലൂഡിങ് GST. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റൂമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും എനിക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് തോന്നി. നാളെ നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ലക്ഷദ്വീപിൻ്റെ കിഡിലൻ എപ്പിസോഡുകളാണ്. പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത്. പാക്കേജിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഓരോ എപ്പിസോഡിലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ രാവിലെ 9:30ക്കാണ് ഫ്ലൈറ്റ്. തലേ ദിവസം ഇവിടെ വന്ന് റൂം എടുത്ത് നല്ലപോലെ ഒന്ന് ഉറങ്ങി ഫ്രഷപ്പായി നമ്മൾ ലക്ഷദ്വീപ് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ എങ്ങനെ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹം നാളെ സാധിക്കുകയാണ്. നാളെ നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോവുകയാണ്. ഒരുപാട് നാളത്തെ ഒരു ഡ്രീമാണ് കേട്ടോ. ലക്ഷദ്വീപിൻ്റെ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. 25 പേരുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലുള്ള 1-2 പേരും കൂടെ ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. അവർ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നിവിടെ വന്ന് റൂം എടുത്ത് ഫുഡൊക്കെ കഴിച്ച് ഫുള്ള് റിലാക്സ് ചെയ്തിട്ട് നാളെ ഒരു ഫ്രഷായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ട്രാവൽ ചെയ്യണം. എന്നാലേ നമുക്ക് ലക്ഷദ്വീപൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ സാധിക്കൂ. നമുക്കിനിപ്പോൾ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ വണ്ടിയൊന്നും ഇല്ലാതെ വരുന്ന ആളുകളാണെങ്കിൽ തന്നെ ഇവർ ടാക്സി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. ഈ ഒരു ഹോട്ടൽ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നെടുമ്പാശ്ശേരിയിലൊക്കെ വരുമ്പോൾ സ്റ്റേ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫിഷ് കറി മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഇവിടെ ഡെലിവറി ചെയ്ത് തരും കേട്ടോ. നമുക്ക് രാത്രിക്ക് ഡിന്നർ ലഞ്ചൊക്കെ വേണമെങ്കിൽ ഇവിടെ ഫോൺ നമ്പർ ഉണ്ട്. വിളിച്ച് പറഞ്ഞാൽ ഫുഡ് ഇവിടെ ഡെലിവറി ചെയ്ത് തരും. അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. രാവിലെ ഒരു 7:30 മണി ആയപ്പോഴത്തേക്കും എല്ലാവരും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടീം കോർഡിനേറ്റർ മിസ്സിസ് ആയിഷ. ട്രിപ്പ് വൈബ്സ് ഇന്ത്യ എന്ന ടീമിൻ്റെ കോർഡിനേറ്ററാണ്. അങ്ങനെ 25 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകുന്നത്. അലയൻസ് എയറിൻ്റെ ഫ്ലൈറ്റിലാണ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്ലൈറ്റാണ് അലയൻസ് എയർ. ഇപ്പോൾ അതുപോലെ തന്നെ ഇൻഡിഗോ ഫ്ലൈറ്റൊക്കെ ലക്ഷദ്വീപിലേക്ക് കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടു നിന്നൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ കോംപ്ലിമെൻ്ററി കിട്ടി ഫ്ലൈറ്റിൽ കയറിയ ഉടൻ തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല അലയൻസ് എയറിൽ നമുക്ക് കിട്ടിയത്. കണ്ടോ, കാലൊക്കെ നമുക്ക് നീട്ടിയിരിക്കാനൊക്കെ ഉള്ള സ്പേസ് വളരെ കുറവാണ്. നമുക്ക് പുറത്തോട്ട് നോക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ലക്ഷദ്വീപിൽ അടുക്കുന്തോറും ഞാനിങ്ങനെ ആ ഒരു ലാൻഡിംഗ് ഒക്കെ വളരെ നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടി പദ്ധതി ഇട്ടിരുന്നു. എൻ്റെ പ്ലാനിങ് എല്ലാം തകർത്തുകൊണ്ട് അലയൻസ് എയറിൻ്റെ ഫ്ലൈറ്റ് എന്നെ ചതിച്ചു ഗൈസ്. കണ്ടില്ലേ, ഗ്ലാസ് ഒന്നും തുടച്ച് ക്ലീൻഡ് ആയിരുന്നില്ല. എനിക്ക് വളരെ ക്ലാരിറ്റി കുറവിലാണ് ലക്ഷദ്വീപിൻ്റെ ആ ഒരു ലാൻഡിങ് സംഭവങ്ങളൊക്കെ കിട്ടിയത്. അങ്ങനെ നമ്മളൊരു 1.25 മണിക്കൂർ യാത്രക്കൊടുവിൽ ലക്ഷദ്വീപിലെ അഗത്തി എയർപോർട്ടിൽ ഇത് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു ലക്ഷദ്വീപ്. എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ അഗത്തി എയർപോർട്ടിലാണ് വന്ന് ലാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷദ്വീപിൽ ഒരേ ഒരു എയർപോർട്ടേ ഉള്ളൂ, അത് അഗത്തി എയർപോർട്ടാണ്. വെൽക്കം ടു അഗത്തി എയർപോർട്ട്. ഒരു കുഞ്ഞ് എയർപോർട്ടാണ്, വളരെ ചെറിയൊരു എയർപോർട്ടാണ്. അങ്ങനെ നമ്മൾ ഷാർപ്പ് ടൈമിൽ തന്നെ അഗത്തിയിലെത്തി. പുറത്ത് നമ്മൾ വണ്ടി, ഡ്രൈവർ, ഗൈഡ് എല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സാണ്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ PCC എടുത്തത് ഞാൻ അക്ഷയ വഴിയാണ്. എനിക്കൊരു 6 ദിവസം കൊണ്ട് തന്നെ PCC ഒക്കെ കിട്ടി. പിന്നെ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പാക്കേജ് ആയതുകൊണ്ട് പാക്കേജിലുള്ള ടീംസാണ് അതൊക്കെ മാനേജ് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മുടെ പെർമിറ്റും ID പ്രൂഫ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കണം. ഇവിടെ ഒരു ചെക്കിങ്ങും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ച് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് പുറത്തേക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് കിടക്കാനായിട്ട് സാധിക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ എല്ലാവരും ഇവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മുടെ പ്രൊസീജിയറും കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞു. നമ്മളെല്ലാം ഓക്കെ ആയി. ഞങ്ങൾ പുറത്തേക്ക് കിടന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മളിത് അഗത്തി എയർപോർട്ടിൻ്റെ ഒരു ഫ്രണ്ട് സൈഡാണ് കേട്ടോ. ഇത് ടൂറ് വരുന്ന ആളുകളെ, പാക്കേജിൽ വരുന്ന ആളുകളെ പിക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്ന അവരുടെ ടൂർ ഗൈഡും ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി പുറത്ത് ഗേറ്റിൻ്റെ പുറത്തായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് 4 ഇന്നോവകളിലായിട്ടാണ് എത്തിയിരുന്നത്. വണ്ടി, ഡ്രൈവർ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ടൂർ ഗൈഡ് ഉണ്ട് ലക്ഷദ്വീപിൽ, ഹക്കീമിക്ക എന്നാണ് പേര്. ഇത് ഇവിടെ BSNL, എയർടെൽ, വോഡാഫോൺ. എന്റെ പേര് സയ്യിദ് അല്ലേ? അഗത്തി തന്നെയാണോ വീട്? ഇപ്പൊ ഇവിടെ നല്ല ചൂടാണല്ലേ? ഇനിയിപ്പോ ജൂൺ മാസം വരണം, മഴയൊക്കെ വരണമെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ 5 കിലോമീറ്റർ നമ്മുടെ ഹോട്ടലിലോട്ട് അല്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. കടലാണല്ലോ അല്ലേ ഇത്ര ആളുകളോട് എത്തിക്കുന്നത്.
ഇവിടുത്തെ മെയിൻ ബിസിനസ് എന്ന് വെച്ചാൽ ഫിഷിംഗ് ആണ്. അഗത്തി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലോട്ട് പോവാണ്. ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ അഗത്തി ബീച്ച് ആട്ടോ, 2 സൈഡിലും ബീച്ച് വ്യൂ ആണ്. അതിൻ്റെ സെൻറ്ററിലേക്കൂടെ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടി ഈ കാണുന്ന ഫ്രണ്ടിൽ പോകുന്ന ഇന്നോവ ടൈപ്പ് വണ്ടിയാണ് കേട്ടോ. ഒരു 3-4 വണ്ടിയുണ്ട് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട്. ഇവിടുത്തെ ഒരു സീനിയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ. അഗത്തി എയർപോർട്ടിന് അടുത്തുള്ള ഒരു ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂളാണ് ഈ കാണുന്നത്. കണ്ടോ, സ്കൂൾ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് നമ്മളെ ഡ്രൈവർ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വീടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിറയെ വീടുകൾ, പള്ളികൾ, സ്കൂളുകളൊക്കെ ഉണ്ട്. 2 സൈഡും ബീച്ച് വ്യൂ ആണ്. കണ്ടല്ലോ, ചെറിയ കടകൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു മിനി സ്റ്റേഡിയം ആണ്, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കണ്ടോ, അഗത്തി ബീച്ചിന്റെ ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഐ ലവ് അഗത്തി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ പ്രോഗ്രാം എന്തോ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുള്ള അഗത്തി ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഈ ബീച്ചിൻ്റെ നേരെ മുന്നിലായിട്ടാണ് നമുക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് ടീം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നിറയെ തെങ്ങുകളും ഒക്കെ ആയിട്ട് എന്ത് ഭംഗിയെന്നറിയിക്കണം. വെള്ളമൊക്കെ നോക്കിയാൽ ഭയങ്കര ഗ്രീനിഷ് ആയിട്ട്. ഇതാണ് നമ്മുടെ ക്വാർട്ടേഴ്സ്. ഐലൻഡ് ഡ്രീംസ് പാരഡൈസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ചെന്ന ഉടൻ തന്നെ അവരൊരു വെൽക്കം ഡ്രിങ്ക് തന്നത് ഇളനീരാണ് കേട്ടോ. ഇളനീര് അവിടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീംസിൽ എല്ലാവരും ഇതേ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രാവൽ ചെയ്തിട്ട് കുറച്ചധികം ടയേർഡ് ഉണ്ട് എല്ലാവരും. അപ്പോൾ ഇനി നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. എത്ര ഇളനീരിന്? എന്താ ചിരിക്കുന്നത്? എടുക്കില്ല, എന്ത് പറ്റി? നമ്മൾ എടുത്തോണ്ടിരിക്കും. എന്താ ഇളനീരിന് വില പറയൂ. ഇത് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുന്ന വെൽക്കം ഡ്രിങ്കാ? അത് ശരി. അപ്പോൾ അതവിടെ വെൽക്കം ഡ്രിങ്ക് ഇളനീരാണ് കേട്ടോ. നമ്മളെ ലക്ഷദ്വീപിലെ നല്ല ഫ്രഷ് നാച്ചുറൽ ആയിട്ടുള്ള ഇളനീര്. എൻ്റെ പേരെന്താ? ഹാരിസ് അല്ലേ? ഇല്ല, ചെല്ലി വിട്ടേ പിന്നെ വേറെ ആരും മാറിപ്പോരെ. റിസോർട്ടിലൊക്കെ എത്തി ഒരു ഇളനീരൊക്കെ കുടിച്ച് അങ്ങനെ ഒരു 2 മണിക്കൂർ നമ്മളൊന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്ത് നേരെ നമ്മളിത് ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ കയാക്കിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അഗത്തി ബീച്ചിൽ കയാക്കിങ്ങിനുള്ള നമ്മുടെ ബോട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷദ്വീപ് വ്ലോഗ്. നമ്മളെല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന ലക്ഷദ്വീപിലാണ്. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കോട്ടേജിന് നേരെ ഫ്രണ്ടിൽ ഇതേ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ് കേട്ടോ. ഇവിടുത്തെ ബീച്ചൊക്കെ കണ്ടില്ലേ അല്ലേ? ഭയങ്കര, കണ്ടോ, വെള്ളമൊക്കെ ഇങ്ങനെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നിറയെ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിങ്ങനെ ജസ്റ്റ് ചെക്ക് ഇൻ ആയിട്ടേ ഉള്ളൂ. നമ്മൾ റൂമിലെത്തി ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് ഫ്രഷപ്പായി. ലക്ഷദ്വീപിൽ ഓൾമോസ്റ്റ് 36 ഐലൻഡുകളാണ് വരുന്നത്. അതിനകത്ത് 10 ഐലൻഡുകൾ മാത്രമാണ് ജനവാസ മേഖല. ആക്റ്റീവ് ആയിട്ടുള്ള ഐലൻഡുകൾ വെറും 10 ഐലൻഡുകളാണ്. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള 7000 ജനസംഖ്യയുള്ള ഒരു ദ്വീപാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലക്ഷദ്വീപ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ചുമ്മാ ഒരു ബോട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ. വെള്ളം ഒരു ഓവർ തണുപ്പില്ല, ഒരു മീഡിയം തണുപ്പാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ബോട്ടിലൊന്ന് കയറാൻ പോവുകയാണ്. നോക്കാം. ഇവിടെ ചുമ്മാ ഒരു ബോട്ട് കിടന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലയുന്നുണ്ട്. ഇതിൽ പങ്കായൊക്കെ ഉണ്ട് കേട്ടോ. എന്താവും അറിയില്ല, നമുക്കൊന്ന് കയറി നോക്കാം. നമ്മൾ ലക്ഷദ്വീപിലെത്തിയതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. ലക്ഷദ്വീപിലെത്തിയതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനമാണ്. ചെറിയ ബോട്ട് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ആ ബോട്ട് അതിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ ചുമ്മാ അതിലൊന്ന് കയറിയതാട്ടോ. ഇതിൽ പങ്കായൊക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ എത്തിയിട്ട് ഇവിടെ ഒരു 2 മണിക്കൂറായല്ലേ. ഞങ്ങൾ കവരത്തി എയർപോർട്ടിൽ വന്നിറങ്ങി. അങ്ങനെ നമ്മൾ താമസിക്കുന്ന കോട്ടേജിൽ എത്തിയിരിക്കുകയാണ്. കോട്ടേജിൻ്റെ നേരെ മുന്നിലാണ് കേട്ടോ ഈ കാണുന്നൊരു ബീച്ച് വരുന്നത്. ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഭയങ്കര നീറ്റായിട്ടുള്ളൊരു വെള്ളമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇവിടെ ഒരു കയാക്കിംഗ് ഉണ്ട് അല്ലേ. നമ്മൾ കയാക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ സാധാരണ വരുന്ന ട്രിപ്പിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഈ ലക്ഷദ്വീപിൽ എത്തിയിട്ടുള്ളത്. ട്രിപ്പ് വൈബ്സ് ഇന്ത്യ എന്ന ടീമിനോടൊപ്പമാണ് ലക്ഷദ്വീപിലെ പാക്കേജിനാണ് തിരഞ്ഞെടുത്തുള്ളത്. പാക്കേജിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വീഡിയോയിൽ ഓരോ എപ്പിസോഡിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഈ ടീമിനോടൊപ്പം ലക്ഷദ്വീപിലേക്കും മറ്റുള്ള ഇൻ്റർനാഷണൽ ട്രിപ്പുകളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി, താഴെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ടീമുകളൊക്കെ തന്നെ റൂമിലാണ് കുറച്ച് പേര് ആക്റ്റീവായിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി പുറത്തോട്ട് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ 2-3 പേരില്ലേ ഡ്രസ്സൊക്കെ മാറ്റി അല്ലേ, പിള്ളേരെ കാണിക്കേ. നമ്മളെ കൂടെ തായ്ലൻഡ് ട്രിപ്പ് തൊട്ടിട്ട് നമ്മൾ പിന്നാലെ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഫാമിലി ആയിട്ട്. തിരുവല്ലക്കാരാണ് കേട്ടോ, അവർ ആക്ച്വലി കുറ്റിപ്പുറത്താണ് താമസം അല്ലേ. അപ്പോൾ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മളിങ്ങനെ ബീച്ച് നമുക്കിന്ന് ഒന്ന് പോയാലോ ബോട്ടിൽ അല്ലേ. ലക്ഷദ്വീപിൽ കണ്ടമാനം ഇളനീരുകൾ കണ്ടമാനം കിട്ടും കേട്ടോ, നാളികേരം ഒരുപാട് കിട്ടും. ഇവിടുത്തെ ഇളനീരിൻ്റെ വെള്ളത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് ഫുഡും അതുപോലെ രാത്രിക്കുള്ള ഡിന്നറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഉച്ചയ്ക്ക് ബിരിയാണിയാണ് തോന്നുന്നില്ല, ചിക്കൻ ബിരിയാണി. ലക്ഷദ്വീപിലെ ബിരിയാണിയൊക്കെ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. നമുക്ക് ലക്ഷദ്വീപിൽ എത്തിയതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എല്ലാവർക്കും. അപ്പോൾ നമ്മളിങ്ങനെ ബീച്ചിൽ അർമാദിക്കുകയാണ് കേട്ടോ. ബീച്ച് ഭയങ്കര വെള്ളം, ഭയങ്കര ഉപ്പ് രസമാണ് വെള്ളം. വെള്ളത്തിൽ മുങ്ങുന്നു പൊങ്ങുന്നു. അങ്ങനെ നമ്മൾ ബോട്ടിലൊക്കെ കയറി പിള്ളേരൊക്കെ ആയിട്ടൊന്ന് അടിച്ച് പൊളിക്കുകയാണ് അതിൽ ബീച്ചിലേക്ക്. നല്ല രസമാണ്. ഇപ്പോൾ കുറച്ച് വെയിലുണ്ടെങ്കിൽ നമുക്ക് ആ വെയിൽ എഫക്റ്റ് ചെയ്യില്ല കേട്ടോ. വെള്ളം ചൂടൊന്നുമില്ല, നമുക്ക് എൻജോയ് ചെയ്യാം, റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ആഴമുണ്ട്, കണ്ടോ പുറകിലോട്ട് നല്ല ആഴമുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ബീച്ചിൻ്റെ ഒരു കരയിലാണ്, കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങിയതാണ്. ഇതേവിടെ പിള്ളേരൊക്കെ ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ടടാ ബീച്ച്, എങ്ങനെയുണ്ട്, ഇഷ്ടമായോ നിനക്ക്? നല്ല തണുപ്പുണ്ടോ വെള്ളം? ചെറുതായിട്ട് ഭയങ്കര ഉപ്പാണ്. ഒന്ന് മുങ്ങിയ വെള്ളത്തിൽ നോക്കട്ടെ. എങ്ങനെയുണ്ട്, ഉപ്പ് രസമുണ്ടോ വെള്ളം? കണ്ണു തീരുന്നുണ്ട് അല്ലേ. കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളായിരിക്കാം. ഞങ്ങൾ കയാക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ബീച്ചിലേക്ക് വന്നതാണ്. ഇതേ നമ്മുടെ കോട്ടേജ് അവിടെ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ഇതേ ഒരുത്തം നടന്നു വരുന്നുണ്ടോ, അതിൻ്റെ നേരെ ബാക്ക് സൈഡിൽ കാണുന്ന ആ ബിൽഡിംഗ് ആണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഞങ്ങളുടെ കോട്ടേജ്. ശ്രീവിദ്യ, ഹൗ ഈസ് എക്സ്പീരിയൻസ് ലക്ഷദ്വീപ്? പാലക്കാട്ടുകാരിയാണ് ശ്രീവിദ്യ. പേരൊക്കെ ശ്രീവിദ്യ ആണെങ്കിലും കയ്യിലിരിപ്പ് വളരെ മോശമാണ്. അങ്ങോട്ട് ആളുണ്ട് കേട്ടോ സലീം ഭായ്, അങ്ങോട്ട് പുറകിലോട്ട് ആളുണ്ട്. നമ്മളങ്ങനെ ലക്ഷദ്വീപിൽ എത്തിയിട്ട് ഇന്ന് ഫസ്റ്റ് ഇവിടുത്തെ ലക്ഷദ്വീപിൻ്റെ ചിക്കൻ ബിരിയാണിയാണ് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് ഇവരോട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാവരും ഫുഡൊക്കെ എടുത്ത് ബൊഫേ രീതിയിലാട്ടോ. ഇതേണ്ടോ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. നല്ല അടിപൊളി ലക്ഷദ്വീപിലെ കിഡിലൻ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ ലക്ഷദ്വീപിലെ ഭക്ഷണമൊക്കെ വേറെ തന്നെ ഒരു കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു. വീണ്ടും നമ്മളിതേ കോട്ടേഴ്സിൻ്റെ നേരെ മുന്നിലുള്ള നമ്മുടെ അഗത്തി ബീച്ചിൽ ബോട്ട് വരുന്നതും പോകുന്നുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുക. ഇതേ ഇവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് ബീച്ചിലേക്ക് നോക്കിയിട്ട് റിലാക്സ് ചെയ്യാണ്. മുഖം മാത്രം കാണിക്കില്ല അല്ലേ. പക്ഷെ പേര് പറയാലോ, നമ്മുടെ പാലക്കാടിൻ്റെ മുത്തുമണി ശ്രീവിദ്യ മേഡം ഇവിടെ കടലിലേക്ക് നോക്കി ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് കേട്ടോ. അയ്യവ നല്ല രസമുണ്ടല്ലേ, നല്ല കാറ്റ് കേട്ടോ. ഊഫ്, ഒരു രക്ഷയില്ല. നമുക്ക് പുറത്ത് നല്ല വെയിലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഞങ്ങളിങ്ങനെ വന്ന് റിലാക്സ് ചെയ്യാണ്, ബീച്ചിലേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ബോട്ട് വരുന്നതും പോകുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരു തലയണ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കിടന്നുറങ്ങായിരുന്നു എന്നാണ് നമ്മുടെ ശ്രീവിദ്യ മേഡം പറയുന്നത്. ലക്ഷദ്വീപിലെത്തി നമ്മൾ രാവിലെ ഇവിടെ എയർപോർട്ടിൽ നിന്ന് കയറി. അങ്ങനെ അതെ നമ്മൾ ലക്ഷദ്വീപിൽ എത്തിയിരിക്കുകയാണ്. അഗത്തി എയർപോർട്ടിൽ വന്നിറങ്ങി. നമ്മൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ അഗത്തി ബീച്ചാണ് ഈ കാണുന്നത്. ബീച്ചിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ 2 ആളുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലെ ഇവിടുത്തെ 2 ആൾ ഹക്കീമിക്ക, നമ്മുടെ കോട്ടേജിന്റെ ഓണറാണ്. കാക്കാന്റെ പേര് ഹമീദിക്ക. ഹമീദിക്കയും ഹക്കീമിക്കും അല്ലെ. എത്ര ഐലൻഡുകളുണ്ട് ലക്ഷദ്വീപില്? 36 ഐലൻഡുകൾ ഉണ്ട്. അതില് 36ഓളം ഐലൻഡ് വരുന്നുണ്ട് മൊത്തത്തിൽ. അതിൽ ആൾ താമസമുള്ളത് 10 ദ്വീപാണ്. 10 ദ്വീപുകളാണ് അതിൽ ആൾ താമസിക്കുന്നത്. ബാക്കിയൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുക. അപ്പൊ അവിടത്തേക്ക് ടൂറിസ്റ്റുകളൊന്നും വരാം. ടൂറിസ്റ്റ് ചെയ്യുന്ന 2-3 ദ്വീപുണ്ട്.
ബംഗാരം തിണ്ണകര. തിണ്ണക്കര. തിണ്ണക്കര എല്ലാം വളരെ ഫേമസ് ആണ്. ബംഗാരാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്നത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ വാട്ടർ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്? ഇവിടെ സ്കൂബ ചെയ്യുന്നുണ്ട്, സ്നോക്ലിംഗ് ചെയ്യുന്നുണ്ട്, ഗ്ലാസ് ബോട്ട്. ലക്ഷദ്വീപിലേക്ക് വരാൻ പറ്റിയ നല്ലൊരു ടൈമിംഗ് എന്ന് പറയുന്നത് ഏത് മാസമാണ്? ഈ മാസം തന്നെ, നവംബർ, ഡിസംബർ, ജനുവരി. അങ്ങോട്ടൊക്കെ നല്ല മാസങ്ങളാണ് അല്ലേ? നല്ല മെയ് വരെ. ഇപ്പൊ ഒരു ഓവർ ചൂട് എന്ന് പറയാൻ പറ്റില്ല. ചൂടുണ്ട്, പിന്നെ ബീച്ച് സൈഡാണ്, ചൂടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ബീച്ചിൽ പോയാലും ബീച്ചിൽ ചൂടുണ്ടായിരിക്കും, പക്ഷെ ഒരു ഇളം കാറ്റൊക്കെ ഉണ്ട്. നമുക്ക് ഓവർ ചൂട് വല്ലാണ്ട് എഫക്ട് ചെയ്യുന്നൊന്നുമില്ല. ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര ജനസംഖ്യ ഉണ്ട്? ഏകദേശം 10,000 മുകളിലോട്ട് ഉണ്ടാവും. 10,000 ആളുകള് തിങ്ങി പാർക്കുന്നുണ്ട്. അത്രയും വീടുകളുണ്ട്, ജനസംഖ്യ. പിന്നെ ഒരുപാട് മസ്ജിദ് ഉണ്ട്, സ്കൂളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ലക്ഷദ്വീപിലെ ആളുകൾക്കൊക്കെ പ്രത്യേക ഒരു സ്നേഹവും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് ആളുകളൊക്കെ. നമ്മൾ ശരിക്കും നാട്ടിൻപുറം തന്നെയാണ്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിറയെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ ആയിട്ട് നല്ലൊരു പ്രദേശം തന്നെയാണ് ഈ ഒരു അഗത്തി ദ്വീപ്. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് ലോക്കൽ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട്. ലക്ഷദ്വീപിലേതായിട്ടുള്ള ഒരുപാട് സ്നാക്സുകളൊക്കെ ഉണ്ട് അല്ലേ? ഞങ്ങൾ ഇന്ന് കഴിച്ചത് ലക്ഷദ്വീപിലെ ഒരു ബിരിയാണിയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്, നല്ല ബിരിയാണി ആയിരുന്നു. ഫിഷ് ആണല്ലോ മെയിൻ അല്ലേ? ആളുകളുടെ ഒരു അവരുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. പിന്നെ നമ്മുടെ മലബാറിന്നൊക്കെ ആളുകൾ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കോഴിക്കോട്, മലബാർ കൂടുതലല്ലേ? നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിവേ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുറച്ച് പേരൊക്കെ കടന്നുറങ്ങുകയാണ് അല്ലേ? 4:30 നമ്മൾ അടുത്തൊരു സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ഇവിടുത്തെ കുറച്ച് ലോക്കൽ ഏരിയകളും കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഇവിടുത്തെ നഗര കാഴ്ചകളും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമ്മളിവിടെ ഒരു മ്യൂസിയം കാണാനായിട്ട് പോവുകയാണ് ഗ്രൂപ്പായിട്ട്. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും അവിടെ ക്വാർട്ടേഴ്സിലുണ്ട്. ഞാൻ അവിടുന്ന് നമ്മളെ ഹക്കീമുക്കാൻ്റെ ബൈക്ക് എടുത്തിട്ട് അഗത്തീൻ്റെ ഈ ചുറ്റുവട്ടങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സ്കൂളും അതുപോലെ തന്നെ ഒരു സിവിൽ സ്റ്റേഷൻ, ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ അഗത്തിയിൽ ആകെ ഈ ഒരു ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. കാഷ്വാലിറ്റിയാണ് അതിൻ്റെ. അപ്പോൾ ഹോസ്പിറ്റൽ, സിവിൽ സ്റ്റേഷൻ, മ്യൂസിയം ഒക്കെ ഹക്കീമുക്ക എന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഹക്കീമുക്കൊരു താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ ഈ ഒരു അവസരത്തിൽ. ഇത് ഇവിടുത്തെ ഒരു മുംബൈയിലേക്ക് പോകുന്ന ഒരു കപ്പൽ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മുംബൈയിൽ നിന്ന് നേരെ കൊച്ചിയിലേക്ക് പോകുന്ന ഒരു ഷിപ്പാണ് നിൽക്കുന്നത്. അപ്പോൾ അതിപ്പോൾ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് ആളുകളൊക്കെ കയറി അത് ഇവിടുന്ന് ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. ഇതും ഒരു ബീച്ചാണ്. ഇങ്ങനെ ഒരുപാട് ബീച്ചുകൾ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു അഗത്തി ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. നിറയെ തെങ്ങുകളും നല്ല സ്നേഹമുള്ള ആളുകളും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് ലക്ഷദ്വീപ് നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം പ്ലേസ് ആയിരുന്നു എൻ്റെ ലക്ഷദ്വീപ്. അപ്പോൾ ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോരോ കാഴ്ചകളും അടുത്ത എപ്പിസോഡുകൾ നമുക്കിങ്ങനെ കാണാം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ആളുകളെ പിക്ക് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു ബ്രിഡ്ജിൽ കൂടെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്ന കാഴ്ചകളും ഷിപ്പ് വരുന്നതും പോകുന്നതും കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. പിന്നെ കുറേ പേര് സൈഡിലായിട്ട് മീൻ പിടിക്കുന്ന കാഴ്ചകൾ കാണാം. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡേയിൽ വളരെയധികം എക്സൈറ്റ്മെൻറ്റായി. ഒരുപാട് നല്ല കാഴ്ചകളും ഒരുപാട് നല്ല ഓർമ്മകളൊക്കെയാണ് ലക്ഷദ്വീപിലെ ഫസ്റ്റ് ഡേയിൽ ഞങ്ങൾക്ക് കിട്ടിയത്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.